ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ പുട്ടുണ്ടാക്കാൻ പോവാണ് കേട്ടോ. പുട്ടും മീൻകറിയും പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ. ബാലൻസ് ഉള്ളത് ഞാൻ ടിന്നിനകത്തേക്ക് ഇട്ട് അവർ പറഞ്ഞതുപോലെ അളന്ന് തന്നെ ഇട്ടേക്കാമെന്ന് വെച്ചു. ഗ്ലാസ്സിന് വെള്ളവും പുട്ടുപൊടിയും അളന്ന് ഒഴിച്ചു 15 മിനിറ്റ് അടച്ചു വെച്ച് അതൊന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. എന്തായാലും വേണ്ടില്ല, നല്ല പുട്ടാണ് പൊൻകതിറിൻ്റെ. ഇനി പുട്ടുകുറ്റിയിലേക്ക് ഇട്ടേക്കാം. രാവിലെ തന്നെ പുട്ട് ഒന്ന് അടിച്ച് കയറ്റിയേക്കാമെന്ന് വിചാരിച്ചു. പൊന്നും മുത്തും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ മുത്ത് ഹായ് പറഞ്ഞു തുടങ്ങി. അവൾക്ക് ക്യാമറ ഉണ്ട്, അപ്പം തന്നെ ഹായ് പറയണം. അങ്ങനെ ഞാൻ പുട്ടിനെ പുറകെ നിന്നൊന്ന് കുത്തി അങ്ങോട്ട് ഇട്ടു. ചൂട് വറക്കണ പുട്ട്. രണ്ടാമത്തെ കുറ്റി വെച്ച് തുടങ്ങിയപ്പോഴത്തേക്കും പൊന്നു പറഞ്ഞു, അമ്മേ എനിക്കും പുട്ടുണ്ടാക്കണം എന്ന്. കൊച്ചിൻ്റെ ആഗ്രഹമല്ലേ, സാധിച്ചേക്കാം, കൈ പൊള്ളിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. ഇതെന്തായാലും ഞാൻ സ്റ്റൗവിലേക്ക് വെച്ച് തരാം, അടുത്തത് നീ റെഡിയാക്കിക്കോ എന്ന് പറഞ്ഞ് ഞാൻ രണ്ടാമത്തെ കുറ്റിക്കുള്ളതും റെഡിയാക്കി സ്റ്റൗവിൽ വെച്ചു കേട്ടോ. പൊന്നുവിനെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് ഞാൻ പോകാൻ തുടങ്ങിയപ്പോഴാണ് ചായ വെച്ചിരുന്നത്. അത് തിളച്ച് അതിനകത്തേക്ക് പൊടിയിട്ട് വേഗം കാര്യങ്ങൾ ചെയ്താൽ പൊന്നു പുട്ട് കുത്തിയിട്ട എന്തോ വലിയ കാര്യം ചെയ്ത പോലെ ഭയങ്കര ചിരിച്ചിരിക്കുന്നുണ്ട്. പിന്നെ അതെടുത്ത് ചില്ലിടാൻ വലിയൊരു, ഞാൻ പറഞ്ഞു ചില്ലിടാൻ മറന്നിട്ടുണ്ടെങ്കിൽ പൊടി മുഴുവൻ പോവും, നിനക്കുള്ള വീതം വെള്ളത്തിലാകൂട്ടോ എന്ന് പറഞ്ഞു. പുള്ളിക്കാരി അത് പറഞ്ഞ് ചിരിച്ച് വേഗം തന്നെ ഉണ്ടായിരുന്ന മാവും കൂടെ അതിനകത്തേക്ക് തട്ടിയിട്ട. ഇത്ര മതിയോ അമ്മേ, ഇത്ര മതിയോ അമ്മേ എന്ന് ഓരോ പ്രാവശ്യം ചോദിക്കുന്നുണ്ടായിരുന്നു തേങ്ങ ഇടുമ്പോൾ. എന്തായാലും ഞാൻ പറഞ്ഞു ലാസ്റ്റ് പുട്ടല്ലേ, അങ്ങനെ ലാസ്റ്റ് പുട്ടും ചാളക്കറിയും കൂട്ടി അടിച്ചു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.